200 വർഷങ്ങൾക്ക് മുമ്പ് ശക്തൻ തമ്പുരാൻ്റെ കാലഘട്ടത്തിലാണ് ഇന്നത്തെ തൃശ്ശൂർ പൂരം ചിട്ടപ്പെടുത്തിയത്. മഠത്തിൽ വരവ് പഞ്ചവാദ്യം ആരംഭിക്കുന്നതിന് വളരെ വലിയൊരു കഥയുണ്ട്. ഈ മഠത്തിൽ വരവ് പഞ്ചവാദ്യത്തിലാണ് ആദ്യമായി ഇന്നത്തെ പഞ്ചവാദ്യം രൂപം. തൃശ്ശൂർ പൂരം വന്നു കഴിഞ്ഞാൽ എല്ലാ ചാനലുകാരും ഒരു ബൈറ്റിന് വേണ്ടി സമീപിക്കുന്ന ആളാണ് വിനോദ് കണ്ടേങ്കാവിൽ. അദ്ദേഹം ആണെന്ന് നമ്മോടൊപ്പം പൂരവിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നത്. വിനോദേട്ടാ നമസ്കാരം. നമസ്കാരം. മാജിക് മീഡിയയിലെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നമുക്ക് പൂരത്തിന്റെ വിശേഷങ്ങളൊന്ന് പറഞ്ഞു തുടങ്ങാം. തീർച്ചയായിട്ടും. തൃശ്ശൂർ പൂരത്തിനേക്കാൾ മുൻപ് ഒരുപാട് പൂരങ്ങൾ തൃശ്ശൂരുണ്ട്. ആറാട്ടുപുഴ പൂരമായിട്ടെ അങ്ങനെ മറ്റുള്ള പൂരങ്ങൾക്ക് നോക്കുന്ന ഒരു സമയത്ത് തൃശ്ശൂർ പൂരത്തിനേക്കാൾ വളരെ കാലങ്ങൾക്ക് മുമ്പേ ഇതുണ്ട്. പിന്നീട് ഒരു കാലഘട്ടത്തിലാണ് തൃശ്ശൂർ പൂരം ആരംഭിക്കുന്നത്. എന്താണ് ഈ തൃശ്ശൂർ പൂരം ആരംഭിക്കാനുള്ള ഒരു സാഹചര്യം? 200 വർഷങ്ങൾക്ക് മുമ്പ് ശക്തൻ തമ്പുരാൻ്റെ കാലഘട്ടത്തിലാണ് ഇന്നത്തെ തൃശ്ശൂർ പൂരം ചിട്ടപ്പെടുത്തിയത്. അത് ആറാട്ടുപുഴയിലേക്ക് എത്താനായിട്ട് അവർക്ക് കഴിയാതിരുന്ന ഒരു കാലഘട്ടം ഉണ്ടാകുകയും അതിന് മഴ എന്നും അവിടുത്തെ ഭരണാധികാരികൾ തമ്മിലുള്ള എതിർപ്പ് എന്നും പല കാരണങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെയാണ് ഇന്നത്തെ തൃശ്ശൂർ പൂരം ആരംഭിക്കുന്നത്. ഇന്നത്തെ തൃശ്ശൂർ പൂരം ആരംഭിക്കുമ്പോൾ ശക്തൻ തമ്പുരാൻ അതുവരെ ഈ പൂരങ്ങളിലൊക്കെ പങ്കെടുത്തിരുന്നത് വൈഷ്ണവദേവനായ സാക്ഷാൽ തൃപ്രയാർ തേവർ കൂടാതെ ബാക്കിയെല്ലാം ശാസ്താവും ഭഗവതിയും മാത്രമേ ഉള്ളൂ. തൃശ്ശൂർ പൂരത്തെ സംബന്ധിച്ചു വന്നപ്പോൾ ആ തൃശ്ശൂർ പൂരത്തിൽ ആറാട്ടുപുഴയിലേക്ക് പോയിരുന്നവരെ കൂടാതെ തിരുവമ്പാടിയും പാറമേക്കാവും നെയ്തലക്കാവും ഒക്കെ അടക്കമുള്ള ക്ഷേത്രങ്ങളെ കൂടി തൃശ്ശൂർ പൂരത്തിൽ ഉൾപ്പെടുത്തി. നെയ്തലക്കാവ് ഭഗവതി ഭദ്രകാളിയാണ്, പാറമേക്കാവ് ഭഗവതി ഭദ്രകാളിയാണ്, തിരുവമ്പാടി ഭഗവതി ഭദ്രകാളിയാണ് എന്നിങ്ങനെ ഇവരെയൊക്കെ ഉൾപ്പെടുത്തി 10 ദേവീദേവന്മാരുടെ പൂരമാണ് തൃശ്ശൂർ പൂരത്തിൽ നടന്നു വരുന്നത്. ഇത് ഏകദേശം 200 വർഷത്തിനടുത്ത് കാലത്തെ പഴക്കമാണ് തൃശ്ശൂർ പൂരത്തിനുള്ളത്. തൃശ്ശൂർ പൂരത്തിൻ്റെ തുടക്കത്തിലെ ചടങ്ങുകളിൽ നിന്ന് വിട്ട് മറ്റ് പല ചടങ്ങുകളും വളരെ വലിയ രീതിയിൽ വലുതായിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പഴയ കാലത്ത് തൃശ്ശൂർ പൂരം എന്ന് തുടങ്ങുന്ന കാലത്ത് ഇന്ന് കാണുന്ന മഠത്തിൽ വരവ് പഞ്ചവാദ്യം ഉണ്ടായിരുന്നില്ല. തിരുവമ്പാടി ഭഗവതി തിരുവമ്പാടി ക്ഷേത്രത്തിൽ നിന്നും എഴുന്നള്ളി ഇവരൊക്കെ വരുന്നത് വടക്കുന്നാഥനിലേക്കാണ് വരുന്നത്. അപ്പോൾ വടക്കുന്നാഥനിലേക്ക് വരാൻ നാക്കിനാലിലെത്തി അവിടെ നിന്ന് മേളത്തോടെ തിരുവമ്പാടി ഭഗവതി വടക്കുന്നാഥനിലേക്കും അത് കഴിഞ്ഞ് തെക്കോട്ടിറക്കും ഒക്കെയാണ് നടന്നിരുന്നത്. മഠത്തിൽ വരവ് പഞ്ചവാദ്യം ആരംഭിക്കുന്നതിന് വളരെ വലിയൊരു കഥയുണ്ട്. തൃശ്ശൂരിൻ്റെ ഐക്കണാണ് തൃശ്ശൂരിലെ 4 മഠങ്ങൾ. ഈ പറയുന്ന 4 മഠങ്ങൾ അത് ഏതൊക്കെയാണ്? ശങ്കരാചാര്യരുടെ ശിഷ്യരാൽ സ്ഥാപിക്കപ്പെട്ട 4 മഠങ്ങളുണ്ട് തൃശ്ശൂരിലെ. ഒന്ന് വടക്കേ മഠം, നടുവിൽ മഠം, എടയിൽ മഠം, തെക്കേ മഠം. തെക്കേ മഠം വടക്കേ മഠം നമുക്ക് ഫേമസ് ആണ്. ബാക്കി നടുവിൽ മഠം അതിനിടയിലുള്ള ഒരു സ്ഥലമാണ് നടുവിൽ മഠം. എടയിൽ മഠം ഉണ്ടായിരുന്നു. എടയിൽ മഠം മറ്റു മഠങ്ങളിൽ ലയിക്കുകയാണ് ഉണ്ടായത്. ഇതൊക്കെ സ്വാമിയാര് മഠങ്ങളാണ്. സ്വാമിയാർ ശങ്കരാചാര്യരുടെ ശിഷ്യരായിട്ടുള്ള സ്വാമിയാരുമാരാണ് അവിടെയുള്ളത്. ഇതിലെ നടുവിൽ മഠത്തിൽ പഴയ കാലത്ത് നിരവധി സ്വർണ്ണമൊക്കെ ഉണ്ടായിരുന്നു. സ്വർണം കൊണ്ടുള്ള തലയെക്കെട്ട്, സ്വർണം കൊണ്ടുള്ള മറ്റ് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ തിരുവമ്പാടി ഒരു ജനപദത്തിൻ്റെ നാട്ടുകാരുടെ ക്ഷേത്രമായതുകൊണ്ട് അവിടെ വളരെ കുറവ് സാമ്പത്തിക സ്ഥിതിയാണ് പഴയ കാലത്ത്. അപ്പോൾ തെക്കേ നടുവിൽ മഠത്തിലെ സ്വാമിയാരോട് തിരുവമ്പാടിയുടെ ആനയെ എഴുന്നള്ളിക്കുന്നതിന് വേണ്ടി സ്വർണ്ണത്തലയെക്കെട്ട് ചോദിക്കുകയാണ്. അപ്പോൾ സ്വർണ്ണത്തലയെക്കെട്ട് ചോദിച്ചപ്പോൾ സ്വാമിയാർ ഒരു നിർദ്ദേശം തിരിച്ചു വയ്ക്കുകയാണ്. നിങ്ങൾ ഭഗവതിയെ രാവിലെ എഴുന്നള്ളിച്ച് നടുവിൽ മഠത്തിലേക്ക് വരിക. നടുവിൽ മഠത്തിൽ വന്ന് അവിടെ ഉപചാരങ്ങൾക്കൊക്കെ ശേഷം ഇറക്കി പൂജ മറ്റ് ചടങ്ങുകൾക്കൊക്കെ ശേഷം അവിടെ നിന്നും എഴുന്നള്ളിച്ച് പോവാം എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ ഒരു എഴുന്നള്ളിപ്പ് തുടങ്ങുന്നത്. അതിനൊരു 150 കൊല്ലത്തെ പഴക്കേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. വലിയൊരു പഴക്കം പറയാനായിട്ട് പറ്റില്ല. അത് കഴിഞ്ഞ് ഇന്ന് കാണുന്ന മഠത്തിൽ വരവ് പഞ്ചവാദ്യം, ഇന്ന് കാണുന്ന പഞ്ചവാദ്യം രൂപപ്പെടുത്തിയിട്ട് ഏകദേശം 100 വർഷത്തെ പഴക്കേ ഉള്ളൂ. 100-120 വർഷത്തെ പഴക്കേ ഉള്ളൂ. പഞ്ചവാദ്യത്തിലെ പ്രഗത്ഭരായിരുന്ന അന്നമനട അച്യുതമാരാർ, അന്നമനട പീതാംബരമാരാർ, അന്നമനട പരമേശ്വരമാരാർ,
മാരാർ, മദ്ദളത്തിൽ വെങ്കച്ചൻ സ്വാമി, പട്ടരാത്ത് ശങ്കരമാരാർ, മച്ചാട് അപ്പുനായർ, കുളമംഗലത്ത് നാരായണൻ നായർ തുടങ്ങി പ്രഗത്ഭരായ കലാകാരന്മാരാണ് ഇന്നത്തെ പഞ്ചവാദ്യത്തിൻ്റെ ഉൽപ്പത്തിക്കും വികാസത്തിനും കാരണമായിട്ടുള്ള ആളുകൾ. ഈ മടത്തിൽ വരവ് പഞ്ചവാദ്യത്തിലാണ് ആദ്യമായി ഇന്നത്തെ പഞ്ചവാദ്യം രൂപപ്പെടുന്നത്. അപ്പൊ ശരിക്കും ഈ മടത്തിൽ വരവിലാണ് ഈ പഞ്ചവാദ്യം എന്ന് പറയുന്ന ഒരു ആദ്യം രൂപപ്പെട്ടത്. 100%. അതായത് മുൻകാലങ്ങളിൽ ഇന്ന് കാണുന്ന ശുദ്ധമദ്ദളത്തിനു പകരം തൊപ്പിമദ്ദളവും, കൊമ്പിനു പകരം കുറുങ്കുഴലും, ഇലത്താളത്തിനു പകരം ചേങ്ങളയുമായിരുന്നു. അത് ഈ കലാകാരന്മാർ 100 കൊല്ലങ്ങൾക്ക് മുൻപാണ് ഇന്നത്തെ രീതിയിലുള്ള പഞ്ചവാദ്യത്തെ രൂപകൽപ്പന ചെയ്തത്. ആ പഞ്ചവാദ്യം പിന്നീട് വളരെയേറെ അധികം വികാസം പ്രാപിക്കുകയും ഇന്ന് കാണുന്ന രീതിയിൽ ലോകശ്രദ്ധയെ ആകർഷിച്ചതും ഈ മടത്തിൽ വരവ് പഞ്ചവാദ്യത്തിൽ നിന്ന് തന്നെയാണ്. പഞ്ചവാദ്യം അതിനു മുമ്പുണ്ട്. തെക്കൻ ജില്ലകൾ എറണാകുളവും രാമമംഗലവും മന്നമനടയും കുഴൂരുമടക്കം നിരവധി ക്ഷേത്രങ്ങളിൽ പഞ്ചവാദ്യമുണ്ടെങ്കിലും ഇതുപോലുള്ള രീതിയിലുള്ള പഞ്ചവാദ്യം തൃശ്ശൂരിൽ നിന്നാണ് തുടങ്ങുന്നത്. ഒരു കലയുടെ ഉൽപ്പത്തിയും വികാസവും ഒക്കെ ഉണ്ടാവുക പരമാവധി ഈ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടും പുഴകളുമായി ബന്ധപ്പെട്ടുമൊക്കെയാണ്. ഈ എന്താ പറയുക, ചാലക്കുടി പുഴ, അതുപോലെ പെരിയാർ, മൂവാറ്റുപുഴയാർ എന്നിവയുമായി ബന്ധപ്പെട്ടൊക്കെയാണ് ഈ പഞ്ചവാദ്യത്തിൻ്റെ ആദ്യകാല രൂപങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഈ പൂരങ്ങളെ പറ്റി പറയുമ്പോൾ ലോകത്തിനു മുമ്പിൽ തൃശ്ശൂർ കാഴ്ചവെച്ച അത്ഭുതങ്ങളിലൊന്നാണ് പൂരം. തൃശ്ശൂർ ജില്ല എന്ന് പറയുന്ന തൃശ്ശൂർ ജില്ലയും എറണാകുളം ജില്ലയും ചേർന്ന വലിയ ഒരു പ്രദേശത്ത് കേരളത്തെ പറ്റി പറയുമ്പോൾ കേരളം പരശുരാമ പ്രതിഷ്ഠിതമാണെന്നും 64 ഗ്രാമങ്ങളാൽ സമ്പുഷ്ടമായിരുന്നു കേരളമെന്നുമാണ് പറയപ്പെടുന്നത്. കേരളത്തിൻ്റെ പഴയകാല ഗ്രാമങ്ങളിൽ ഈ 64 ഗ്രാമങ്ങളിലെ മധ്യഭാഗത്തുള്ള ഗ്രാമമാണ് പെരുവനം ഗ്രാമം. പെരുവനം ഗ്രാമം എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്നത്തെ ആളുകൾക്ക് മനസ്സിലാവുന്നതിന് വേണ്ടി പറയാം, തൃശ്ശൂർ ജില്ലയിലെ തന്നെ 7ഓളം നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന അത്രയും വലിയ പ്രദേശമാണ് പെരുവനം ഗ്രാമം. ആ പെരുവനം ഗ്രാമത്തിൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് പെരുവനം ഗ്രാമത്തിൻ്റെ പ്രധാന ക്ഷേത്രമായിരുന്ന പെരുവനം മഹാദേവ ക്ഷേത്രത്തിൽ കുംഭമാസത്തിലെ ഉത്രം മുതൽ മീനമാസത്തിലെ ഉത്രം വരെ 28 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവം നടന്നിരുന്നു. ആ ഉത്സവം അന്നത്തെ പല ചടങ്ങുകൾ മൂലം, പല കാര്യങ്ങൾ മൂലം ആ ഉത്സവം നിന്നുപോയി. ആ ഉത്സവത്തിൻ്റെ ബാക്കി പത്രം എന്നോണം ആണ് ഇന്നത്തെ പെരുവനം ആറാട്ടുപുഴ പൂരങ്ങൾ ചിട്ടപ്പെടുത്തിയത്. പെരുവനം ആറാട്ടുപുഴ പൂരങ്ങളിൽ പഴയ കാലത്ത് പെരുവനം ഗ്രാമത്തിലെയും മറ്റ് ഗ്രാമങ്ങളിലെയുമായി 108 ദേവീദേവന്മാർ പങ്കെടുത്തിരുന്നു. കുംഭമാസത്തിലെ പൂര ദിവസം ആറാട്ടുപുഴ പൂരത്തിന് 28 ദിവസം മുമ്പ് ചേർപ്പ് ഭഗവതി ക്ഷേത്രത്തിലാണ് കുടിമരം നാട്ടലോടുകൂടിയാണ് ഇന്നത്തെ പെരുവനം ആറാട്ടുപുഴ പൂരങ്ങൾ ആരംഭിക്കുന്നത്. അവിടെ നിന്ന് അങ്ങോട്ട് അശ്വതി മുതൽ മീനമാസത്തിലെ ഉത്രം അർദ്ധരാത്രിയുള്ള ദിവസം ഉത്രം പാട്ട് എന്ന് കണക്കാക്കി അതിന് തലേ ദിവസം ആറാട്ടുപുഴ പൂരവും അവിടെ നിന്ന് പിന്നോട്ടെണ്ണി അശ്വതി മുതൽ അത്തം കൊടികുത്തു വരെ നീണ്ടു നിൽക്കുന്നതാണ് പെരുവനം ആറാട്ടുപുഴ പൂരങ്ങൾ. ഇന്നത്തെ പെരുവനം ആറാട്ടുപുഴ പൂരങ്ങളിൽ 24 ദേവീദേവന്മാരാണ് പ്രത്യക്ഷത്തിൽ പങ്കെടുക്കുന്നത്. 1444 പെരുവനം ആറാട്ടുപുഴ പൂരങ്ങളാണ് ഈ കഴിഞ്ഞ മാർച്ച് മാസത്തിൽ കഴിഞ്ഞുപോയത്. ഏകദേശം 500-600 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഇന്നത്തെ നെടുമ്പാശ്ശേരി വിമാനത്താവളം ഇരിക്കുന്ന സ്ഥലത്തെ ഏകദേശം 7ഓളം ദേവിമാർ പഴയ കാലത്ത് ആറാട്ടുപുഴ പൂരത്തിൽ പങ്കെടുത്തിരുന്നു. അതിലെ പൂരം മുമ്പിൽ വേങ്ങൂര്, പിന്നെ മാണിക്യമംഗലം, ചെങ്ങലട, ടവണങ്ങോട്, നായത്തോട്, എഴിപ്രം, പൂരങ്ങളിൽ പൂരം, ഇരിങ്ങോൾ പൂരം എന്നൊക്കെ പറഞ്ഞാൽ, ഇരിങ്ങോൾ എന്ന് പറഞ്ഞാൽ അറിയുണ്ടാവും, പെരുമ്പാവൂരുള്ള വലിയൊരു സ്ഥലമാണ്. അതൊക്കെ പഴയ കാലത്ത് ആറാട്ടുപുഴയിൽ വന്നിരുന്നു എന്നും ഈ പൂരങ്ങൾ നെടുങ്കോട്ട യുദ്ധം, ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് നെടുങ്കോട്ട കെട്ടുകയുണ്ടായി. അന്ന് അങ്ങോട്ട് ടിപ്പുവിൻ്റെ ആക്രമണം ഇല്ലാതിരിക്കാൻ നെടുങ്കോട്ട കെട്ടുകയും ആ നെടുങ്കോട്ട ഉണ്ടായതോടുകൂടി അവർക്ക് ഇങ്ങോട്ട് കടക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവുകയും അവർ അവിടെ പൂരം നടത്തുകയും ചെയ്തു.
അതായത് ഈ പെരുമ്പാവൂര് ഭാഗത്തുള്ള ഇന്നത്തെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന്റെ തൊട്ടടുത്താണ് അവണങ്ങോട് ഭഗവതി ക്ഷേത്രം. കാലടി സർവകലാശാലയുടെ അടുത്താണ് മാണിക്യമംഗലം ക്ഷേത്രം എന്ന് തുടങ്ങി നിരവധി ക്ഷേത്രങ്ങൾ അവിടെയുണ്ട്. അതുപോലെ തന്നെ സാമൂതിരിയും കൊച്ചി രാജാവും തമ്മിലുള്ള ചില ചെറിയ പ്രശ്നത്തിൻ്റെ ഭാഗമായി കൊച്ചി രാജാവിൻ്റെ മന്ത്രിയായിരുന്ന മാളിയേക്കൽ കർത്താവ് കുട്ടനല്ലൂർ ഭഗവതിയുടെ സ്വർണ്ണക്കോലം എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അന്നത്തെ ചില പ്രശ്നങ്ങളുടെ ഭാഗമായാണ് കുട്ടനല്ലൂർ ഭഗവതിയും 5 ദേവീദേവന്മാരും വീമ്പിൽ ശാസ്താവ്, ചേമ്പൂരയ്യപ്പൻ, പനങ്ങാട്ടുകര ശാസ്താവ്, വളർക്കാവ് ഭഗവതി, കുട്ടനല്ലൂർ ഭഗവതി തുടങ്ങി 5 ദേവീദേവന്മാർ ചേർന്ന് കുംഭമാസത്തിലെ കുട്ടനല്ലൂർ പൂരം, കുംഭമാസത്തിലെ ഉത്രമധികരാവുള്ള ദിവസം ഉത്രംപാട്ടെന്ന് കണക്കാക്കി ഈ ആറാട്ടുപുഴ പൂരത്തിൻ്റെ അതേ പാറ്റേണിൽ തന്നെ കുട്ടനല്ലൂർ പൂരം ആരംഭിക്കുന്നത്.